ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബീഹാർ പര്യടനം തുടരുകയാണ്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇന്ന് സംസ്ഥാനത്ത് പ്രചാരണം നടത്തും. അതേസമയം പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധി കുളത്തിലിറങ്ങിയ സംഭവത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ പോര് കടുത്തു. നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ്, പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഇന്നും താരപ്രചാരകരുടെ നീണ്ട നിര സംസ്ഥാനത്തുണ്ട്. മഹാസഖ്യത്തിലുള്ളത് 3 കുരങ്ങുകളാണെന്ന് യോഗി ആദിത്യനാഥ് പരിഹസിച്ചു. गांधी के 3 बंदरों के बारे में सुना होगा, लेकिन आज इंडी गठबंधन के 3 और बंदर आ गए. ये 3 बंदर पप्पू, टप्पू और अप्पू के नाम पर. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ വരവ് അദ്ദേഹത്തിന്റെ മുൻഗണനകളിൽ ബീഹാർ ഉള്ളതുകൊണ്ടാണെന്ന് LJP നേതാവ് ചിരാഗ് പാസ്വാൻ പറഞ്ഞു. വിശ്രമത്തിന് ഇടവേള നൽകി ലാലു പ്രസാദ് യാദവും ഇന്ന് റോഡ് ഷോ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബെഗുസരായിയിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം രാഹുൽ ഗാന്ധി കുളത്തിൽ ഇറങ്ങിയത്. പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനും താൻ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്താനുമാണ് കുളത്തിൽ ഇറങ്ങിയതെന്ന് രാഹുൽ വിശദീകരിക്കുന്നു. എന്നാൽ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന വിമർശനമാണ് BJP ഉയർത്തുന്നത്. ബെഗുസറായിലെ കുളം വൃത്തിയുള്ളത് കൊണ്ടാണ് രാഹുൽ ഇറങ്ങിയതെന്നും സർക്കാർ നേട്ടമാണ് ഇതെന്നും ബീഹാർ BJP സമൂഹ മാധ്യമങ്ങളിൽ അവകാശപ്പെട്ടു. ബീഹാറിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.